വൃന്ദാവൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റംബൂട്ടാൻ്റെ സൈസും ഒക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് വെച്ച് ഇറങ്ങിയേക്കാം. വലയിടേണ്ടി വരും. വലയിട്ടാൽ കുറച്ച് വവ്വാലിനെ ഒഴിവാക്കാം. അത്യാവശ്യം നന്നായിട്ട് കായ്കളുണ്ട്. എന്നാലും 2.5 വർഷം ഭാഗമായതാണ്. ഒരുപാട് കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കായ്കൾ കൊഴിഞ്ഞു. ആക്ച്വലി ഇതിൻ്റെ തുടക്കത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കൊഴിഞ്ഞു. അതിനിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അടുത്ത വർഷത്തോടെ അത് ശരിയാക്കണം. നിറയെ കായ്കൾ കൊഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴുത്ത് തുടങ്ങി. അപ്പം കുറച്ചേ ഉള്ളെങ്കിലും വല ഇട്ടാലൊന്ന് ആലോചിക്കുക. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ മഞ്ഞ ഇത് പിടിക്കുന്നത് ഒഴിവാക്കണം. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ അറിയില്ല വീഡിയോയിൽ. ഇതുണ്ട്. ഈ ഉറുമ്പാണ് ഇതിനെ ഉള്ള ഇതുണ്ടായിരുന്നത്. മാലിബഗ്സ് എന്ന് പറയും. ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, ഇതെല്ലാം പോവും. അപ്പോൾ അതിന് ചുവട്ടിൽ ഗ്രീസ് തേച്ചാൽ മതി എന്ന് പറയുന്നത്. ഉറുമ്പെന്ന് ഇത് ഈ മരത്തിൻ്റെ ഒരു പ്രശ്നം, നിലം പറ്റ കിടക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം വല കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് വലയിനെ നഷ്ടം എടുക്കുക എന്ന് പറഞ്ഞത് ഒരു ചലഞ്ചാണ് കേട്ടോ. സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ നഷ്ടത്തിൽ ഇത് നീണ്ടകരയിൽ നിന്ന് മേടിച്ചു വല. കിലോ 100 രൂപ വില. എനിക്ക് തോന്നുന്നു 7 കിലോ ഉണ്ടായിരുന്നു. 8 കിലോ ഉണ്ടായിരുന്നു. നനവുള്ളതുകൊണ്ട് ആൾ 7 കിലോ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. അപ്പം ഇതിൻ്റെ വീതി മരം കവർ ചെയ്യാൻ മതി. അപ്പം നിങ്ങളും കൂടെ നോക്കി കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ വലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിനെ അകറ്റി നിർത്താൻ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള വാഴത്തോപ്പ് കവുങ്ങൊക്കെ ഈ കാണുന്നത്. അടുത്ത റംബൂട്ടാനുണ്ട്. ഒരു 40 മരങ്ങളിലുള്ളതെല്ലാം ഒരേ ടൈമിനായിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ കണ്ടു. ഇതൊക്കെ പച്ചയായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പലതും ഉണ്ട് ഇവിടെ. പ്ലാവ്. അയ്യോ ഇങ്ങനെ ഈ മാവ് കാലാപ്പാടിയാണ് കേട്ടോ. ഈ വർഷം കായ്ച്ചതാ. അയ്യോ ഈ മഴ വന്നിട്ട് ഇതിനകത്ത് മൊത്തം പൂ കൊഴിഞ്ഞു കേട്ടോ. കുറച്ച് കായുണ്ട്. അങ്ങനെയാണ് നമ്മുടെ തോട്ടം. വാഴ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വലയിടുന്നതിലേക്ക് പോകാൻ നിൽക്കുക. വലയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളില്ല കൂടെ. വീഡിയോ എടുക്കലൊന്നും അത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശരി, തൽക്കാലം വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ.